ഏവർക്കും ജ്യോതിർലോകത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വിഘ്നേശ്വരായ നമോ നമ, സർവവിഘ്നഹരായ നമ, സിദ്ധിബുദ്ധിപ്രദായ നമ, ശ്രീഗണേശായ മംഗളം. ഓം നമോ നാരായണായ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കാലചക്രം കറങ്ങുമ്പോൾ ഓരോ മാസവും ഓരോ രാശിക്കാർക്കും ഓരോ തരത്തിലുള്ള ഫലങ്ങളാണ് നൽകുന്നത്. ഇപ്പോൾ നമ്മൾ വന്നെത്തി നിൽക്കുന്നത് ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും മാസമായ മെയ്യിലേക്കാണ്. ഈ മാസം ചില നക്ഷത്രക്കാർക്ക് സവിശേഷമായ ഒരു യോഗം വന്നെത്താൻ പോകുന്നു. അതാണ് കോടീശ്വര യോഗം. ഏതൊക്കെയാണ് ആ ഭാഗ്യശാലികളായ നാളുകൾ എന്ന് നമുക്ക് നോക്കാം. ഞാൻ പറയുന്ന ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച വ്യക്തികൾക്ക് മെയ് മാസത്തിൽ ധനയോഗം തെളിഞ്ഞു വരും. അവരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലം ഈ മാസം ലഭിക്കാൻ സാധ്യതയുണ്ട്. പലതരത്തിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾ അവരെ തേടിയെത്തും. ഒന്നാമതായി അശ്വതി നക്ഷത്രം. ഈ നാളിൽ ജനിച്ച ആളുകൾക്ക് മെയ് മാസത്തിൽ വലിയ സാമ്പത്തിക മുന്നേറ്റം പ്രതീക്ഷിക്കാം. പുതിയ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കാനും ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതുപോലെ ധനാഗമനത്തിനുള്ള സാധ്യതയുമുണ്ട്. നിങ്ങളുടെ കഠിനാധ്വാനം ഈ മാസം അംഗീകരിക്കപ്പെടും. രണ്ടാമതായി ഭരണി നക്ഷത്രം. ഭരണി നക്ഷത്രക്കാർക്ക് മെയ് മാസം ഭാഗ്യത്തിൻ്റെ മാസമായിരിക്കും. മുടങ്ങിക്കിടന്ന പണികൾ പൂർത്തിയാവുകയും പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു വരികയും ചെയ്യും. ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ നിന്ന് ലാഭം ലഭിക്കാനും സാധ്യതയുണ്ട്. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഈ മാസം കൂടുതൽ മെച്ചപ്പെടും. മൂന്നാമതായി കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന പാദം. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവരുടെ അവസാന പാദക്കാർക്ക് ഈ മാസം വളരെ അനുകൂലമാണ്. ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കാനും ശമ്പള വർധനവ് ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതുപോലെ സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് വലിയ ലാഭം നേടാൻ കഴിയും. നിങ്ങളുടെ സാമ്പത്തികപരമായ സ്വപ്നങ്ങൾ ഈ മാസം പൂവണിയും. നാലാമതായി മകം നക്ഷത്രം. മകം നക്ഷത്രക്കാർക്ക് മെയ് മാസം ധൈര്യത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും മാസമാണ്. പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ഇത് അനുകൂല സമയമാണ്. അതുപോലെ ഓഹരി വിപണി പോലുള്ള ഊഹക്കച്ചവടങ്ങളിൽ നിന്ന് നേട്ടം ലഭിക്കാനും സാധ്യതയുണ്ട്. നിങ്ങളുടെ സാമ്പത്തികപരമായ തീരുമാനങ്ങൾ ഈ മാസം വിജയിക്കും. ഇനി അഞ്ചാമതായി ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യ പാദം. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ആദ്യ പാദക്കാർക്ക് ഈ മാസം സാമ്പത്തികപരമായി സുരക്ഷിതത്വം കൈവരും. പുതിയ ജോലികൾ ലഭിക്കാനും നിലവിലുള്ള ജോലിയിൽ സ്ഥിരത കൈവരിക്കാനും സാധ്യതയുണ്ട്. അതുപോലെ കുടുംബത്തിൽ നിന്ന് സാമ്പത്തികപരമായ സഹായം ലഭിക്കാനും സാധ്യതയുണ്ട്. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന നക്ഷത്രങ്ങളിൽ ജനിച്ച വ്യക്തികൾ ഈ മെയ് മാസത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുകയും അവസരങ്ങളെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്താൽ തീർച്ചയായും കോടീശ്വര യോഗം വന്നെത്തും. ഇത് കേവലം ഒരു സാധ്യത മാത്രമാണ്. നിങ്ങളുടെ കഠിനാധ്വാനവും ദൈവാനുഗ്രഹവും ചേരുമ്പോഴാണ് എല്ലാ യോഗങ്ങളും ഫലവത്താകുന്നത്. എല്ലാവർക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞൊരു മെയ് മാസം ആശംസിക്കുന്നു. ഓം സർവേ ഭവന്തു സുഖിനഃ.